നിങ്ങളുടെ ഒരു മേജർ മാനിഫെസ്റ്റേഷൻ ഈ 10 സ്റ്റെപ്പുകൾ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ചില സ്റ്റെപ്പുകൾ വളരെ എളുപ്പമുള്ളതായിരിക്കാം. 1-2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ സാധിച്ചേക്കും. ചില സ്റ്റെപ്പുകൾ കുറച്ച് കടുപ്പമേറിയതായിരിക്കാം. നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മുടെ ഉപബോധ മനസ്സിൽ കയറി കൂടിയിരിക്കുന്ന പല തോട്ട് പ്രോസസ്സുകൾ, ലിമിറ്റിംഗ് ബിലീഫുകൾ, അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളായിരിക്കാം. അതിന് ചിലപ്പോൾ ദിവസം കൂടുതൽ എടുത്തേക്കാം. അൾട്ടിമേറ്റ് റിസൾട്ട് ഇതാണ്: നിങ്ങളുടെ ഒരു മേജർ മാനിഫെസ്റ്റേഷൻ ഈ 10 സ്റ്റെപ്പുകൾ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു വൃത്തിയാക്കൽ പ്രോസസ്സാണ് നമ്മളിപ്പോൾ ആരംഭിക്കുന്നത്. ഇതിൽ മാനസികമായ വൃത്തിയാക്കൽ, അതായത് ഇമോഷണൽ ഡീക്ലട്ടറിങ് ഉണ്ടാവും, ഫിസിക്കൽ ഡീക്ലട്ടറിങ് ഉണ്ടാവും. നിങ്ങളുടെ അലമാര ഒന്ന് തുറന്നു നോക്കുക. അതിനുള്ളിൽ നിങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതും എന്നാൽ ഇനി ഉപയോഗിക്കാൻ തീരെ സാധ്യതയില്ലാത്തതുമായ എത്രയോ വസ്ത്രങ്ങൾ അതിനകത്തിരിപ്പുണ്ടാവാം. ഇതൊരു ക്ലട്ടറാണ്, ഒരു അലങ്കോലാവസ്ഥ. ആ അലമാര തുറക്കുന്നിടത്ത് നിന്നാണ് നിങ്ങളുടെ ആ ദിവസം ആരംഭിക്കുന്നത്. അതുതന്നെ വളരെ ക്ലട്ടേർഡ് ആയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ദിവസത്തിന്റെ എനർജി ലെവലും ആ തരത്തിൽ നിങ്ങൾ അറിയാതെ മാറിപ്പോകും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഡീക്ലട്ടറിംഗ് ആണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, വർക്ക് ചെയ്യുന്ന ഓഫീസ്, നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിൾ, നിങ്ങളുടെ അലമാര, നിങ്ങൾ പണം കൊണ്ട് നടക്കുന്ന വാലറ്റ് അഥവാ പേഴ്സ്, ഇതൊക്കെ പരിശോധിക്കുക. ഇതിനകത്ത് ആവശ്യമില്ലാത്ത പേപ്പറുകൾ, തുണ്ടുകൾ, ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ, അലമാരയിൽ ബുക്ക് ഷെൽഫുകളിൽ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ, ചപ്പുചവറുകൾ, നിങ്ങളുടെ വീടിനകത്ത് മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആവശ്യമില്ലാത്ത ഒരുപാട് വസ്തുക്കൾ, ഇതൊക്കെ ഉണ്ടാവും. ഇത് ഒരുതരം സ്റ്റാഗ്നന്റ് എനർജിയാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇതിന്റെ വിഷ്വൽസും ഇതിന്റെ ശബ്ദങ്ങളും ഇതിൽ നിന്നുള്ള എനർജി നിങ്ങൾ അറിയാതെ കയറുന്നുണ്ട്. ഒരുപാട് സിഗ്നലുകൾ ബ്രെയിനിലേക്ക് വരുന്നുണ്ടെങ്കിലും അതിൽ RIS സിസ്റ്റം ചിലതിനെ മാത്രം ഫിൽട്ടർ ചെയ്താണ് ഉള്ളിലേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റും കിടക്കുന്ന ഈ ക്ലട്ടർ നിങ്ങൾ കാണണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല. അതിന് സ്കോട്ടോമ എന്നും പറയാറുണ്ട്, ഫാക്ടറി ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയും. അതായത് സ്ഥിരമായിട്ട് നമ്മളൊരു വൃത്തികേടിനെ കണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വൃത്തികേടല്ലാതായി ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ, അതാണ് സ്കോട്ടോമ. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ എനർജി ലെവലിനെയും നമ്മൾ ആൾക്കാരോട് പെരുമാറുന്ന രീതിയെയും നമ്മുടെ ഓവറോൾ ഓറയെ തന്നെ അത് ബാധിച്ചിട്ടുണ്ടാകും. ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീക്ലട്ടറിംഗ് ആണ് ഇന്നത്തെ പ്രോസസ്സ്. അലമാര തുറന്ന് പരിശോധിക്കുക, വസ്ത്രങ്ങൾ എടുത്ത് നോക്കുക. ഇതിൽ ആവശ്യമില്ലാത്തതെന്ന് തോന്നുന്ന വസ്ത്രങ്ങൾ ആവശ്യമുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ ദാനം ചെയ്തോളൂ. എന്തായാലും നിങ്ങളുടെ അടുത്ത് നിന്ന് പോകണം. ഈ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവവിശേഷമാണ്, പരീക്ഷ അടുത്ത് വരുമ്പോൾ റൂം പൂർണ്ണമായും വൃത്തിയാക്കും. അലമാരയൊക്കെ വൃത്തിയാക്കി, റൂമൊക്കെ തുടച്ച് ഭംഗിയാക്കി ആ എനർജി അവർ എൻജോയ് ചെയ്യും. അതിനുശേഷമാണ് അവർക്ക് പഠിക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള ക്ലട്ടറിങ്ങിൽ കെട്ടിക്കിടക്കുന്ന സ്റ്റാഗ്നന്റ് എനർജി ഇതുപോലെയാണ് നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ എനർജി ഫ്ലോ അഥവാ നമ്മുടെ ഓറ ക്ലിയർ ആവുകയുള്ളൂ. ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ക്ലാസിക് ഡയലോഗ് ഉണ്ട്, പീപ്പിൾ ട്രീറ്റ് യു ദ വേ യു ട്രീറ്റ് യുവർ സെൽഫ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ എങ്ങനെയാണോ കൊണ്ട് നടക്കുന്നത് അതുപോലെ ആയിരിക്കും ആളുകൾ നമ്മളോട് പെരുമാറുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുകയാണെന്ന് വിചാരിക്കുക. അവിടെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. സിഗരറ്റ് കുറ്റികൾ, മദ്യക്കുപ്പികൾ, അലങ്കോലമായി വലിച്ചു വാരിയിട്ടിരിക്കുന്ന പുസ്തകങ്ങൾ, അലമാരയിൽ വലിച്ചു വാരിയിട്ടിരിക്കുന്ന തുണികൾ, മുഷിഞ്ഞ ഗന്ധം ഒക്കെ ഉള്ള ഒരു മുറിക്കകത്തേക്ക് നിങ്ങൾ കയറി പോവുകയാണ്. അവിടെ വെച്ച് നിങ്ങളൊരു ചോക്ലേറ്റ് കഴിക്കുന്നു എന്ന് വിചാരിക്കുക. ആ ചോക്ലേറ്റിന്റെ തൊലി നിങ്ങൾ അറിയാതെ നിങ്ങൾ ആ റൂമിനകത്തേക്ക് ഇട്ടിട്ടുണ്ടാവും. ഇതേ നിങ്ങൾ മറ്റൊരു സാഹചര്യത്തിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസിൽ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ് എന്ന് വിചാരിക്കുക. അവിടെ വെച്ച് ഒരു തുണ്ട് പേപ്പർ കളയണമെങ്കിൽ പോലും നിങ്ങൾ ഡസ്റ്റ്ബിൻ അന്വേഷിച്ച് നടക്കും. ഇനി അഥവാ ഡസ്റ്റ്ബിൻ കണ്ടില്ലെങ്കിൽ അത് പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകും, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. ഒരിക്കലും നിങ്ങൾ അവിടെ ഒരു ചവർ നിക്ഷേപിക്കില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലത്തും രണ്ട് രീതിയിൽ പെരുമാറിയത്? നിങ്ങളോട് ആരും ഒരു ഇൻസ്ട്രക്ഷനും തന്നിട്ടില്ല. ഈ കൂട്ടുകാരന്റെ മുറിയിൽ ഇങ്ങനെ ചവറിടാമെന്ന് നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. ഈ സോഫിസ്റ്റിക്കേറ്റഡ് ഓഫീസിനകത്ത് വളരെ വൃത്തിയായി പെരുമാറണം എന്ന് നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ രണ്ട് രീതിയിൽ പെരുമാറി. ഇതിന് കാരണം ആ എൻവയോൺമെന്റ് നിങ്ങളോട് സബ് കോൺഷ്യസ്ലി ഒരു കമാൻഡ് തരുന്നുണ്ട്, ഈ സ്ഥലത്ത് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത്. ആ സുഹൃത്തിന്റെ റൂം പൊതുവിൽ അലങ്കോലമായി കിടന്നതുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു ചവർ നിക്ഷേപിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് നിങ്ങൾക്ക് കിട്ടിയ സബ് കോൺഷ്യസ് ബിലീഫ്. ഇതേ നിങ്ങൾ മറ്റൊരു ഓഫീസിൽ പോയപ്പോൾ അവിടെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയതുകൊണ്ട് ഇവിടെ ഒരു കാരണവശാലും ചവറിടാൻ പാടില്ല എന്നൊരു സബ് കോൺഷ്യസ് കമാൻഡാണ് നിങ്ങൾക്ക് കിട്ടിയത്. വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ പെരുമാറിയതിന് കാരണം ആ എൻവയോൺമെന്റ് നിങ്ങൾക്ക് തന്ന ഇംപ്രിന്റ് ആണ്. ഇതുപോലെയാണ് ആളുകൾ നിങ്ങളോട് പെരുമാറുന്നത്. നിങ്ങൾ നിങ്ങളെ അലങ്കോലമായ ആ മുറി പോലെയാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ ആളുകൾ നിങ്ങളുടെ പുറത്തേക്ക് ജങ്ക് നിക്ഷേപിച്ചിട്ട് പോകും. ജങ്ക് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ജങ്ക്. മോശമായ വാക്കുകളാകാം, ആരെങ്കിലും കുറിച്ചുള്ള ദുഷിച്ച വർത്തമാനമാകാം, ദേഷ്യപ്പെടുന്നതാകാം, നിങ്ങളോടുള്ള മോശമായ പെരുമാറ്റമാകാം. ഇതൊക്കെ ജങ്കാണ്, ചവറാണ്. ഇത് നിങ്ങളുടെ പുറത്തേക്ക് നിക്ഷേപിച്ചിട്ട് പോകുന്നതിന് അവർക്ക് ഒരു മടിയും തോന്നില്ല. കാരണം ഇവിടെ ഇങ്ങനെ പെരുമാറാമെന്നാണ് അവർക്ക് നിങ്ങൾ കൊടുത്ത സബ് കോൺഷ്യസ് ബിലീഫ്. നിങ്ങളെ തന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ആ ഓഫീസിന്റെ കാര്യം പറഞ്ഞ പോലെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന ഒരാൾക്ക് ഒരിക്കലും അവിടെ ഒരു ജങ്ക് നിക്ഷേപിക്കാൻ തോന്നില്ല.
കാരണം ഇവിടം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു ഇടമാണെന്നും ഈ സ്ഥലത്തേക്ക് തെറ്റായ വാക്കുകൾ, മോശമായ പെരുമാറ്റം, ദേഷ്യം ഇങ്ങനെ തുടങ്ങിയ ഒരു നെഗറ്റീവ് ജങ്കും ഇവിടെ നിക്ഷേപിക്കാൻ പാടില്ല എന്നൊരു സബ് കോൺഷ്യസ് ബിലീഫാണ് ചുറ്റുപാടും നിൽക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ പ്രസരിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഓറ ചേഞ്ച് ആകുന്നത്. അതിനാണ് ഇന്നത്തെ ഡീക്ലട്ടറിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നത്തെ വൃത്തിയാക്കൽ പ്രക്രിയ കഴിഞ്ഞാൽ അത് കാഴ്ചയിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് കിടക്കുന്ന നെഗറ്റീവ് എനർജികളെയാണ് നിങ്ങൾ ഇപ്പോൾ മാറ്റിയത്. എന്നാൽ മടുപ്പിക്കുന്ന ഗന്ധം ഒരു നെഗറ്റീവ് എനർജിയാണ്, മോശമായ ശബ്ദം നെഗറ്റീവ് എനർജിയാണ്. ഇതൊക്കെ ഒഴിവാക്കാൻ കൂടെ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാ ജങ്കും നമ്മൾ ഇന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് ഡീക്ലട്ടറിംഗ് പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വൃത്തിയാക്കിയ ഇടത്ത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഗന്ധം പരത്തുന്നതിന് ശ്രദ്ധിക്കണം. ഇതിന് ഏറ്റവും അനുയോജ്യം കർപ്പൂരം, ഇൻസെൻസ് സ്റ്റിക്കുകൾ, ഇങ്ങനെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഗന്ധം പരത്തുന്ന എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പ വഴി. കുറച്ച് കർപ്പൂരം വാങ്ങുക, അത് കത്തിക്കുക, അതിന്റെ ഗന്ധം നിങ്ങളുടെ മുറി മുഴുവൻ പരക്കാൻ അനുവദിക്കുക. അതിനുശേഷം ഇപ്പോൾ പുതുതായി വൃത്തിയാക്കിയ ആ സ്ഥലത്തിരുന്ന് ആ എനർജി നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇത്രയും ജങ്ക് ഇവിടെ കിടപ്പുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഫീൽ ചെയ്യും. ഇന്നത്തെ സ്റ്റെപ്പിന്റെ ആദ്യ ഘട്ടം അവിടെ കഴിയുന്നു. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സ്റ്റെപ്പിന്റെ മറ്റൊരു വശമാണ് ജേർണലിംഗ്. മാനിഫെസ്റ്റേഷനെ കുറിച്ച് കേട്ടിട്ടുള്ള ആളുകൾക്ക് ജേർണലിംഗ് ഒരു പുതിയ പദമായിരിക്കില്ല. അറിയാത്തവർക്കായി പറയുകയാണ്, നിങ്ങൾ ഡയറി എഴുതുന്ന പോലെയുള്ള ഒരു സംവിധാനമാണ് ജേർണലിംഗ്. എന്തും എഴുതി സൂക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകും. എഴുതുന്ന കാര്യങ്ങൾ ബ്രെയിൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് കണ്ടെത്തി റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം വഴി നിങ്ങളുടെ കോർട്ടക്സിലേക്ക് കടത്തിവിടും. അത് തീർച്ചയായും നിങ്ങളുടെ ബ്രെയിനിൽ റെക്കോർഡഡ് ആകുകയും ചെയ്യും. ഈ കാരണം കൊണ്ടാണ് എഴുതി വെക്കുന്നത് ഒരു ശീലമാക്കാൻ മാനിഫെസ്റ്റേഷൻ പറയുന്നത്. ഈ എഴുത്ത് പ്രക്രിയയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇതിനായി നിങ്ങൾക്കൊരു പുതിയ ബുക്ക് വാങ്ങാം, അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ജേർണൽ എന്ന് വെറുതെ ഒരു പേര് കൊടുത്താലും മതി. അതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കണമെങ്കിൽ ആ പേര് കൊടുക്കാം. ഈ പുസ്തകത്തിൽ ഇന്നത്തെ ദിവസത്തിന്റെ നിങ്ങളുടെ ഇമോഷണൽ സിഗ്നേച്ചർ എഴുതുക. ഇമോഷണൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇമോഷനെ ബാധിച്ച ഓരോ ഇൻസിഡന്റും അതിൽ കൃത്യമായി എഴുതുക. ചിലത് നിങ്ങൾക്ക് സന്തോഷം തന്നിട്ടുണ്ടാവാം, ചിലത് നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവാം, ചിലത് നിങ്ങളെ സ്ട്രെസ് ചെയ്തിട്ടുണ്ടാവാം. എന്ത് ഇൻസിഡന്റ് ആണോ സംഭവിച്ചത്, അത് എന്ത് ഇമോഷനാണ് നൽകിയത് എന്ന് ഇന്നത്തെ പുസ്തകത്തിൽ എഴുതുക. പലപ്പോഴും ഇമോഷണൽ സിഗ്നേച്ചർ എഴുതി കഴിയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള പല വികാരങ്ങളും നിങ്ങളെ വിട്ടുപോകുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. വരുന്ന ദിവസങ്ങളിലെ പല സ്റ്റെപ്പുകളിലും ഈ ജേർണൽ ബുക്കിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജേർണലിനെ ഭംഗിയായി പൊതിഞ്ഞ് നല്ല രീതിയിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ മാനിഫെസ്റ്റേഷന്റെ ആദ്യ സ്റ്റെപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് ഒരു തരം മെഡിറ്റേഷനും കൂടെയാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് നിങ്ങൾ ഉറങ്ങാനായി കിടക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം മാത്രം അല്പനേരം ശ്രദ്ധിക്കുക. തീർച്ചയായും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ ചിന്തകൾ ഒഴുകാൻ തുടങ്ങും. പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കുകയോ ആ ചിന്തകളെക്കുറിച്ച് ഓർത്ത് ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യാതിരിക്കുകയോ ചെയ്യുക. എന്തൊക്കെ ചിന്തകളാണ് മനസ്സിലൂടെ കടന്നു പോകുന്നതെന്ന് വെറുതെ ഒബ്സർവ് ചെയ്യുക മാത്രം ചെയ്യുക. ഓരോ ചിന്തകൾ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക. ഇന്ന് വരെ ഇല്ലാതിരുന്ന ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ ക്ലാരിറ്റിയാണ് മാനിഫെസ്റ്റേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ആ ക്ലാരിറ്റി വരുന്നതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് പൂർത്തിയാക്കി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് ചിലർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും, ചിലർക്ക് ഒന്നിലധികം ദിവസങ്ങൾ എടുത്തേക്കാം. ഓരോരുത്തരുടെയും ടൈം ലൈൻ ഡിഫറെന്റ് ആയിരിക്കും. ഈ 10 സ്റ്റെപ്പുകളും പൂർത്തിയാക്കിയാൽ മാത്രമേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആരംഭിക്കുള്ളൂ എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷനുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിന്റെ റിസൾട്ടായ ക്ലാരിറ്റി നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതോടുകൂടി ഒരു ചെറിയ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ മാനിഫെസ്റ്റേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് സംഭവിക്കണം എന്നതാണ് ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ. ഈ സന്തോഷം തരുന്ന ഇൻസിഡന്റ് എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങൾ വളരെ കാലമായി കാണാൻ കാത്തിരുന്ന ഒരാളെ കാണുന്നതാകാം, വളരെ അപ്രതീക്ഷിതമായി ഒരാളോട് സംസാരിച്ച് പൊട്ടിച്ചിരിക്കുന്നതാകാം, ഒരു ഗിഫ്റ്റ് കിട്ടുന്നതാകാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കുറച്ച് പൈസ അക്കൗണ്ടിലേക്ക് വരുന്നതാകാം, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുമായി കുറച്ച് സമയം ചെലവഴിക്കുന്നതാകാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുന്നതുമാകാം. ഇത്തരത്തിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആ മാനിഫെസ്റ്റേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ഇമോഷൻ ആയിരിക്കുമോ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, അത് അതേപടി ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഇഷ്ട ഭക്ഷണം നിങ്ങൾക്ക് കിട്ടണം എന്നതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എങ്കിൽ ആ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന രുചി, മണം, അത് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഇതെല്ലാം ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യിക്കുക. ഒരു ഇമാജിനേഷനിലൂടെയാണ് നിങ്ങളത് ഫീൽ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ബ്രെയിനിൽ
അത് എൻജോയ് ചെയ്യുമ്പോൾ ആക്ച്വലി ഉണ്ടാകുന്ന കെമിക്കൽസ് എന്തൊക്കെയാണോ അതെല്ലാം ഉണ്ടാകാൻ തുടങ്ങും. ഡോപ്പമിൻ ഉണ്ടാകും, ഓക്സിറ്റോസിൻ ഉണ്ടാകും, സെറട്ടോണിൻസ് ഉണ്ടാകും, എൻഡോർഫിൻസ് ഉണ്ടാകും. ഇങ്ങനെ പല ഹോർമോൺസും പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാകാൻ തുടങ്ങും. ഈ കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിൻ ആ ഫീലിംഗ് ആക്ച്വലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടെത്തി തരും. ഇങ്ങനെ നിങ്ങളുടെ അറ്റൻഷൻ ബയാസ് ചേഞ്ച് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾക്കുള്ള വഴികൾ പലപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ഭംഗിയായി പൂർത്തിയാക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യാം. അതിൻ്റെ റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്തോളൂ.